മഴക്കാലം വന്ന് തോടുകളും കുളങ്ങളും നിറഞ്ഞതോടെ വെള്ളത്തിൽ കുളിക്കാനിറങ്ങാനും വിനോദത്തിനും ആളുകൾ ജലാശയങ്ങളെ ആശ്രയിക്കാൻ സാധ്യതയേറെയാണ്. എന്നാൽ മൂക്കിലൂടെ ശരീരത്തിനുള്ളിലെത്തി മസ്തിഷ്കത്തെ തിന്നു നശിപ്പിക്കുന്ന അപകടകാരിയായ നെഗ്ലേറിയ ഫൗലറി എന്ന അമീബയെക്കുറിച്ച് കരുതലോടെയിരിക്കുക. കാരണം ചെറിയൊരു അശ്രദ്ധ വലിയൊരു വിപത്തിലേക്ക് നയിച്ചെന്ന് വരാം. ഈ അണുബാധയുണ്ടാകുന്ന ആളുകൾ കോമയിലേക്ക് പോകുകയും രോഗലക്ഷണങ്ങൾ ആരംഭിച്ച് ഏകദേശം 5 ദിവസത്തിനുള്ളിൽ മരിക്കുകയും ചെയ്യുമെന്നാണ് ഗവേഷകർ പറയുന്നത്. തടാകങ്ങളും നദികളും പോലുള്ള ശുദ്ധജലത്തിൽ കാണപ്പെടുന്ന ഒരു ചെറിയ ജീവിയാണ് നെഗ്ലേറിയ ഫൗലറി അമീബ. മണ്ണിലോ ശുദ്ധീകരിക്കാത്ത വെള്ളത്തിലോ ഇത് കാണപ്പെടാം. ഈ അമീബ അടങ്ങിയ വെള്ളത്തിൽ ആളുകൾ നീന്തുകയോ ഇറങ്ങുകയോ ചെയ്യുമ്പോൾ അത് മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കും. ക്ലീവ്ലാൻഡ് ക്ലിനിക് പറയുന്നതനുസരിച്ച് ഇതിന് മൂക്കിനകത്തെത്തിയാൽ വളരെ വേഗം തലച്ചോറിലേക്ക് സഞ്ചരിക്കാൻ കഴിയും. തുടർന്ന് മസ്തിഷ്ക കോശങ്ങളുടെ വീക്കമുണ്ടാക്കുകയും പാം എന്ന ഗുരുതരമായ അണുബാധയ്ക്ക് കാരണമാവുകയും ചെയ്യും. ഈ അണുബാധ പെട്ടെന്ന് ശരീരത്തെ നശിപ്പിച്ചേക്കും. അതിനാൽ ഉടനടി ചികിത്സിച്ചില്ലെങ്കിൽ ഫലം മാരകമായേക്കാം. തലവേദന, പനി, ഓക്കാനം, ഛർദി, മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ എന്നിവയാണ് പാമിന്റെ ലക്ഷണങ്ങൾ. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് കോഴിക്കോട് ഒരു 5 വയസ്സുകാരിയുടെ ജീവൻ അണുബാധ മൂലം നഷ്ടപ്പെട്ടത്. അതേസമയം പാമ്പിന് ഇതുവരെ ഫലപ്രദമായ ചികിത്സകളൊന്നും ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടില്ല. പക്ഷെ പ്രതിവർഷം 0 മുതൽ 8 വരെ കേസുകൾ മാത്രമാണ് ഇതിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്.